CPM-ന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷാഫി പറമ്പിൽ പണം കൊണ്ടുവരുന്ന വിവരം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. ഒരുപാട് ബുദ്ധി വേണം മോനെ ഇതെല്ലാം കണ്ടുപിടിക്കാൻ. അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നാ പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറയുകയാണ് ഷാഫി പറമ്പിൽ CPM-നെയും പോലീസിനെയും പറ്റിച്ചതായിരുന്നു, അങ്ങനെ ഒരു പണമില്ലായിരുന്നു, അങ്ങനെ ഒരു വിവരം തന്നതായിരുന്നു. അപ്പോ ആ KPM ഹോട്ടലിൽ രാവിലെ 6 മണി വരെ ബൈറ്റ് കൊടുത്തോണ്ടിരുന്ന നമ്മുടെ റഹീമിക്കയുടെ അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 6 മണി വരെ ഉറങ്ങാതെ ബൈറ്റായിരുന്നു. ഷാഫി പറമ്പിൽ പണം കൊണ്ടുവന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ റഹീമിക്കയ്ക്ക് വേണ്ടി നമ്മളൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുകയാണ്. ശ്രദ്ധിച്ചേക്കണം, അസല് പാട്ടാ. നമ്മുടെ ശിവാജി സിനിമയിലെ പാടാൻ പറ്റുന്നവർ പാടട്ടെ. പൂമ്പാവ അമ്പേ അമ്പൽ. റഹീംക പിന്നെ എവിടെ ഇറങ്ങിയാലും ഇങ്ങനെ ഉണ്ടാവും. കാരണം അദ്ദേഹം പറഞ്ഞത് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഷാഫി പറമ്പിലാണ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ ആണ്. എന്നിട്ട് സ്ക്രീൻഷോട്ട് കൊടുത്തത് ആരാണ്? റഹീമിക്കയുടെ കമ്മിറ്റിയുടെ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വെർഷനാണ് KPM ഹോട്ടലിലെ നീലപ്പെട്ടിയുടെ കഥ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീലപ്പെട്ടിയുടെ കഥയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു, VV രാജേഷും ഉണ്ടായിരുന്നു, V വസീഫ് ഉണ്ടായിരുന്നു, ഗണേശൻ ഉണ്ടായിരുന്നു, BJPയുടെയും CPM-ന്റെയും എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. എന്താ ടൈമിംഗ് എന്നറിയാവോ? അത് ശരി, അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണ്. അവിടെ ചെല്ലുമ്പോ ആദ്യം നമ്മുടെ റഹീം കിങ് വരികയാണ്. റഹീം കയുടെ തൊട്ട് പിറകിലായി VV രാജേഷ് വരുന്നു. എന്നിട്ട് അകത്ത് കയറിയിട്ട് നമ്മുടെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന നോക്കിൽ ഇവര് സംസാരിക്കാൻ. ഹലോ, ഇതെന്താ എന്നെ ഒന്നും ചെയ്യുന്നില്ല? ഓ, നിനക്ക് വേണമല്ലേ?